മാറാൻ ഈ ശേഷിക്കുന്ന 5 ദിവസങ്ങളെങ്കിലും നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രൂപത്തിൽ ചെയ്തവരാണെങ്കിൽ ഇനിയും അത് തുടരുക, വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറവ് വന്നവരാണെങ്കിൽ, വീഴ്ചകൾ വന്നവരാണെങ്കിൽ ആ വീഴ്ചകളൊക്കെ മാറ്റിക്കൊണ്ട് ഇനി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം, കുതിര പന്തയത്തിൽ, കുതിരയുടെ പടയോട്ടത്തിൽ അവർ പരസ്പരം മത്സരം വെക്കുമ്പോൾ ലക്ഷ്യത്തിലെത്താനാകുമ്പോഴാണ് കുതിര അമിത വേഗതയിൽ യാത്ര ചെയ്യുക. അതുവരെ ഒരുപക്ഷെ കുതിര മല്ലയായിരിക്കും യാത്ര ചെയ്യുന്നത്. ലക്ഷ്യത്തിലെത്തുമ്പോൾ കുതിര അതിന്റെ വേഗത കൂട്ടും. ഒരു കാരണവശാലും കുതിരയെ പോലെ ബുദ്ധിയുള്ള കുതിര നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാകാതിരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. കുതിര പോലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നാം പരിശ്രമിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ തുടക്കത്തിൽ എത്ര തന്നെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന ദിവസത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിനെ വിട പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഅമാലു ബിൽ ഖവാതീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ പരിഗണിക്കുന്നത് അതിന്റെ പര്യവസാനം നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ശേഷിക്കുന്ന 5 ദിവസം, ഏറ്റവും നല്ല രൂപത്തിൽ ശേഷിക്കുന്ന 5 ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, അഹ്സിൻ ഫീമാ ബഖി യുഗ്ഫർ ലക മാ ഖദ് മളാ. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, റമദാനിന്റെ 24 അല്ലെങ്കിൽ 25 ദിവസങ്ങളിൽ നിന്നിൽ നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള ദിനരാത്രികൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മാപ്പാക്കി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും ഈ ദിവസങ്ങളെ നിസാരമായി കാണാതെ റമദാൻ മാസത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക.